ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ, നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിന്നർ കോംബോ റെസിപ്പി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് രാത്രി പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാകും കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ബട്ടൂരയും അതിന് പറ്റിയിട്ടുള്ള ഒരു ബട്ടർ ചിക്കനും ആയിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത്. അപാര കോമ്പിനേഷൻ ആയിട്ട് ഇത് രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ബട്ടൂര റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. പാലിൻ്റെ ചൂട് കൂടി പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അഥവാ നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഇത് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് മൈദക്ക കേട്ടോ ബട്ടൂര റെഡിയാക്കി എടുക്കുന്നത്. ഈ ബൗളിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റ് ബട്ടൂര കേട്ടോ, അടിപൊളിയാട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ തൈരില്ലേ, അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇപ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഏതായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒലിവ് ഓയിലാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഈ 3 കപ്പ് മൈദക്ക് ഈ 1 കപ്പ് പാല് മതിയാവൂല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം എടുക്കുമ്പോൾ ഞാൻ ഇളം ചൂടുള്ള വെള്ളം തന്നെ കേട്ടോ എടുക്കുന്നത്. അതേപോലെ തന്നെ ഇളം ചൂടുള്ള വെള്ളം കേട്ടോ. മാവിലേക്ക് ഇനി ആവശ്യമായിട്ട് വരിക. പച്ചവെള്ളത്തിൽ കുഴക്കാൻ പാടില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെയല്ല, നല്ല സോഫ്റ്റായിട്ട് വേണം കേട്ടോ ഈ മാവ് ഉണ്ടാവാൻ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടിയും വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. കൈമേൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് കഴുകിയിട്ട് വീണ്ടും കുഴച്ചാലും മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കുഴക്കാൻ പറ്റും നമുക്ക്. ഇനിയിപ്പോൾ ഞാൻ ഈ മാവ് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലോണം വലിച്ച് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തതാട്ടോ. ഇനി നേരത്തെ നമ്മളെ ബൗളില്ലേ, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കുഴച്ച മാവില്ലേ അത് ഇതിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഇതിൻ്റെ മേലെയും കുറച്ച് ഓയിലാക്കി കൊടുക്കണം കേട്ടോ. മാവ് ഡ്രൈ ആവാണ്ടിരിക്കേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 2-3 മണിക്കൂർ അത്രയും മതി കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മളെ മാവ് നല്ലോണം പൊന്തി വരും കേട്ടോ. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരും. തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അഥവാ നിങ്ങൾക്ക് തണുപ്പുള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ ഓവനില്ലേ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പൊന്തി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് കോംബോ ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇല്ലേ അത് റെഡിയാക്കാം. ഞാനിപ്പോൾ 500 ഗ്രാം കൈ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ മാക്സിമം കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. ബട്ടർ ചിക്കനിൽ അധികം എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുക, എരിവ് കൂടി പോകാനും പാടില്ല. നല്ലൊരു ഫ്ലേവറൊക്കെ പിന്നെ പോയി പോകും കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളറും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അരമണിക്കൂർ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും മാക്സിമം വെക്കുക. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ബട്ടർ എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ബട്ടറിൽ പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്.
ഇനിയിപ്പോൾ ഇതാ ബട്ടർ ഒന്ന് നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. നേരത്തെ ചിക്കനില്ലേ അത് ഇതിലേക്ക് ഓരോന്നോരോന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ചെറിയ പീസാണ്, വലിയ പീസൊന്നല്ല ഇത്. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. എന്നിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂണും കൂടി ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളിയില്ലേ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എരിവ് കൂടി പോകണ്ട കേട്ടോ, അപ്പോൾ പച്ചമുളക് 2 മതിയാവും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. വല്ലാണ്ട് ഉള്ളി വാടി ഉടഞ്ഞ് വരേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം 2 ഉള്ളിക്ക് 3 തക്കാളി ആട്ടോ വേണ്ടത്. ഞാൻ 3 മീഡിയം സൈസ് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളുടെ ആവശ്യമുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റായിട്ട് ഈ ബട്ടർ ചിക്കന് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാട്ടോ ഇത്. എന്താ പറയുക, നല്ല ക്രീമി റിച്ച് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആട്ടോ ഇത്. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉള്ളി വഴറ്റും നമ്മൾ നേരത്തെ ഇടേണ്ടതാട്ടോ, ഞാൻ മറന്നു പോയോണ്ട് ഇപ്പോൾ ഇടുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ തക്കാളി ഇല്ലേ നല്ലോണം ഉടഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇത് നല്ലോണം തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ചൂട് നല്ലോണം തണിയണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചിട്ട് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിയിൽ 1.5 കപ്പ് കൂടിയപ്പോയ 2 കപ്പ് വല്ലാണ്ടെങ്കിൽ ലൂസായി പോവണ്ട കേട്ടോ. ഇതിൻ്റെ ഗ്രേവി നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നാലും 2 കപ്പ് വരെ മതി കേട്ടോ വെള്ളം ഒഴിക്കൽ. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തിളച്ച് വന്നാൽ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 2-3 കാര്യങ്ങളും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ 1/2 കപ്പ് കുക്കിംഗ് ക്രീമാട്ടോ എടുത്തത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. കുക്കിംഗ് ക്രീമോ അല്ലെ ഫ്രഷ് ക്രീമോ, ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടേണ്ടിയിട്ടോ വീണ്ടും ബട്ടർ ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ കസൂരി മേത്തിയില്ലേ അതൊന്ന് പൊടിച്ചിട്ട് ലാസ്റ്റായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആട്ടോ കസൂരി മേത്തിയും കൂടി നമ്മൾ കറിയിലേക്ക് ഇടുമ്പോൾ. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ കറി റെഡി ആയിട്ടോ ഏകദേശം. അപ്പോൾ ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്രീമും ഈ കസൂരി മേത്തി ബട്ടറൊക്കെ ഇട്ടാലില്ല വീണ്ടും കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ മാവ് നല്ല ഡബിൾ സൈസായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ബൗളിലൊക്കെ ഫുള്ളായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. ചില മാവില്ലേ എന്താ പറയുക നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ പൊന്തി വരാണ്ട് വെക്കും കേട്ടോ. അതിൻ്റെ കാരണം ഈസ്റ്റ് ഇല്ലേ എന്താ പറയുക എക്സ്പയർ ആയിട്ടുള്ള ഈസ്റ്റ് എടുത്താലൊന്നും ഇത് പൊന്തി വരുമില്ല കേട്ടോ. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. എക്സ്പയറി ആയിട്ടുള്ളതാണെങ്കിൽ ഈസ്റ്റ് പൊന്തി വരില്ല. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഇതേപോലെ 4 ബോൾസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു ബോൾസ് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. വല്ലാണ്ട് തിന്നായിട്ട് പരത്തരുത് കേട്ടോ, ഒരു മീഡിയം തിക്നെസ് എന്തായാലും വേണം. ഇങ്ങനെയാട്ടോ ഈ ബട്ടൂര കട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നേരെ പകുതി ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം.
ഞാനിപ്പോൾ ഇതേപോലെ 4ആയിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാട്ടോ ഇപ്പോൾ എടുത്തത്, ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ. അപ്പോൾ ഇതാ മൊത്തം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ ഓയിലാണ്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം പൊന്തി വരും കേട്ടോ ഈ ബട്ടൂര. എന്താ പറയുക, ഫ്ലെയിം പിന്നെ വല്ലാണ്ട് കുറച്ച് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പൊരിച്ചാൽ മതി. പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. വല്ലാണ്ട് സമയത്തിന് എന്താ പറയുക ടൈമിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂർ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ കഴിക്കാൻ. കറി ഇല്ലെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ്. അതിന് പറ്റിയിട്ടുള്ളതാണ് ഈ ബട്ടർ ചിക്കനും. ബട്ടർ ചിക്കൻ ഈ ബട്ടൂരയും അടിപൊളിയാട്ടോ, മാരക ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.